ക്ലിയറുണ്ടായിന് അങ്ങനെ അത്ര പറഞ്ഞു. അപ്പോൾ അത് കാണിക്കാണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ കഴിഞ്ഞിട്ട് തോന്നും. ഇത് വീട്ടിൽ നമുക്ക് ആ പറയുന്നുണ്ട്, അത് കഴിക്കാൻ കഴിയുന്നില്ല. രണ്ട് ബ്രെഡ് ആകരുത് കണ്ടപ്പോൾ അതേപോലെ തന്നെ ഞാൻ ബൺമസ്റ്റ് ഇരുന്നത്. ബൺമസ്റ്റ് ആണോ? എന്നാലും തന്നെ അവസ്ഥ അറിയാം. മറ്റേ വീറ്റാണേ. ഗൈസ് വൈകുന്നേരത്തെ മക്കൾ സ്കൂളിൽ വന്നിട്ടോ. സ്കൂളിൽ വന്നപ്പോൾ ഒരു ബ്രെഡും ബട്ടറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി തിന്നു. അപ്പോൾ കിച്ചുമ്പോൾ രണ്ട് നല്ല വിശപ്പ് വന്നു. അപ്പോൾ കിച്ചുമ്പോൾ പറഞ്ഞു പപ്പടം കാച്ചിട്ടാ പപ്പടം കാച്ചി ചോറും വേണം. മീനുണ്ട് കേട്ടോ. കിച്ചു പപ്പടം കാച്ചി ചോറുണ്ടാ നമുക്ക് എന്ത് ചെയ്തു? കിച്ചു ചമ്മന്തി അരയ്ക്കാൻ കുത്തിയായി. അപ്പോൾ ഇതാ കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ എടുത്തിട്ട് കിച്ചുമോള് ചോറില്ല കേട്ടോ. കിച്ചുമോള് പപ്പടത്തിൻ്റെ ആളാണത്. ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. വലിയ പപ്പടം ഇങ്ങനെ ഞങ്ങൾ ചെറിയതാക്കി പൊട്ടിച്ചിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇരിക്കട്ടെ. ഞാൻ ചോള് പറയണേ കേട്ടപ്പോൾ അങ്ങനെ ചെറുള്ളിയും ഉണക്കത് ഇത് തുറന്നില്ല ചോളെ. ഓക്കെ, ചെറിയുള്ളിയും മുളകും നമുക്കൊന്ന് വെളിച്ചെണ്ണയിലാണ് ശരിക്കും നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവറിൽ ഇരിക്കട്ടെ കേട്ടോ. പൊടിച്ച് വെച്ചിട്ടാണ് ഇതിലേക്ക് ഞാൻ എടുത്തേക്കട്ടെ കാണിക്കാൻ കേട്ടോ. ചെറുള്ളി കുറേ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഗൈസ്. പക്ഷേ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ചെറുള്ളി ഗൈസ്. അപ്പോൾ അതിലേക്ക് എടുത്ത പുളിയാണേ. ഒരു സ്പൂൺ എടുക്കുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പുളി കൂടുമോ ഇല്ല. നമ്മുടെ ചമ്മന്തി അരച്ചു. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടേ പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വാ കാണിച്ചു തരാം. ചമ്മന്തി പൊളി. മീൻ ഞാൻ മാറ്റി. മീൻ വേണ്ട. ചമ്മന്തി, പപ്പടം, ചമ്മന്തി തീരും കഴിച്ച് നിൽക്കുക മാറും. പപ്പടം ചമ്മന്തി എന്ത് ടേസ്റ്റ്. വെള്ളക്ക കറി അടിപൊളി. ഇത് റേഷനരിയുടെ കൂടെ തന്നെ കഴിക്കണം കേട്ടോ. പ്രത്യേകിച്ച് റേഷനരി ഇഷ്ടമുള്ളവരാകുമ്പോൾ ഒരു രക്ഷയില്ല. പലവിടാനുള്ള വല്ലോ ചമ്മന്തി. ആദ്യത്തെ ചമ്മന്തി കഴിഞ്ഞു ഗൈസ്. അപ്പം ഇനി കുറച്ചും കൂടി ചമ്മന്തി എടുക്കാം. ഇത്രയും അടിപൊളി. ഇതാ മീൻ. കൊതിയോണുണ്ടോ? അടിപൊളി സൂപ്പർ. ചമ്മന്തി ഇങ്ങനെ കുഴച്ച്. എനിക്ക് വേറെ ഒരു ചമ്മന്തി വലിയ ഇഷ്ടമല്ല. ഈ വറ്റൽമുളക് ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കുന്നതല്ലാതെ സാധാരണ ചിലർ മാങ്ങ അങ്ങനെയൊക്കെ ഇട്ട് ചമ്മന്തി അരയ്ക്കും. അതിനോടൊന്നും താല്പര്യമില്ല. ഈ ചമ്മന്തി ഇഷ്ടമാണ്. വറ്റൽമുളകിൻ്റെ കൂടെ ചേർക്കുന്ന ചമ്മന്തിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതും ചെമ്മി അങ്ങനെയൊക്കെ ചേർത്താർക്ക് ഇഷ്ടമാണ്. അത് വെറുതെ നമ്മുടെ തേങ്ങ പുളി അങ്ങനെ ഇറക്കുമല്ലോ, അതിഷ്ടമല്ല. അതെന്നാ കഴിക്കട്ടെ. ഓക്കെ ബൈ. പറയുകയും കഴിക്കുകയും നടക്കൂല. ഓക്കെ ആസ്വദിച്ച് കഴിക്കണ്ടേ. ഓക്കെ ബൈ.